വാഹന അപകട കേസിൽ നടൻ മണിയൻ പിള്ള രാജു അറസ്റ്റിൽ. അമിത വേഗത്തിൽ വാഹനമോടിക്കൽ, പരിക്കേറ്റയാളിന് വൈദ്യപരിശോധന നടത്തിയില്ല തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ മണിയൻ പിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജനറൽ ആശുപത്രിയിലെത്തിച്ച വൈദ്യപരിശോധനയും നടത്തി. വാഹന അപകടമുണ്ടായപ്പോൾ നിർത്താതെ പോയത് തെറ്റ് തന്നെയെന്ന് മണിയൻ പിള്ള രാജു പ്രതികരിച്ചു. യുവാക്കൾ തന്റെ വാഹനത്തിലേക്ക് വന്നിടിക്കുകയായിരുന്നു. ശബ്ദം കേട്ടയുടൻ പേടിച്ചു പോയെന്നാണ് മണിയൻ പിള്ള രാജുവിന്റെ പ്രതികരണം. ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല. വണ്ടിയിൽ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. സ്പീഡിൽ വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം ക്ലബിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTV കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഇവർ എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡൻ്റ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യണം, എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കോളാം എന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്. ഒറ്റയ്ക്ക് ഞാനാ ഓടിച്ചത്. എന്നെ കൊണ്ട് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ്. ഇപ്പോൾ ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ട. കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാത്ത നിൽക്കുന്നതാണ്. വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ളൂ. അതുകൊണ്ട് പോയതാണ്. അത് എൻ്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് വിളിച്ചറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് സമീപത്ത് വെച്ചായിരുന്നു ഈ കാറും ബൈക്കും കൂട്ടിയിടിച്ചത്. മണിയൻ പിള്ളയുടെ കാറ് വോൾവോ കാറാണ് 2 യുവാക്കൾ സഞ്ചരിച്ച ബൈക്കുമായി കൂട്ടിയിടിച്ചത്. ഒപ്പം ഈ അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റ സൂരജ്, കാലുകൾ ഒടിഞ്ഞ നിവേദിത് കൃഷ്ണയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ വാഹനം ഇടിച്ച ശേഷം മണിയൻ പിള്ള രാജു വാഹനം നിർത്താതെ പോവുകയായിരുന്നു. ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി ദിസ്ന സുരേഷ് ഉണ്ട് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകാൻ. ദിസ്ന, ഇപ്പോൾ താരം അറസ്റ്റിലായിരിക്കുന്നു. താരം ഉന്നയിക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് വാഹനം നിർത്താതെ പോയത്? അതിനെന്ത് മറുപടിയാണ് മണിയൻ പിള്ള രാജു നൽകുന്നത്? ദിസ്ന. അശ്വതി, ഇന്നലെ രാത്രി 9:30 ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ താരം പറഞ്ഞിരിക്കുന്നത്. അല്പസമയം മുൻപ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുൻപാണ് മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയത് മണിയൻ പിള്ള രാജു. പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത് താൻ നിർത്താതെ പോയത് തെറ്റാണ് എന്നൊരു സമ്മതം മണിയൻ പിള്ള രാജു നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പിന്നീട് ഇത്തരത്തിൽ വാഹനം ഇടിച്ച ശബ്ദം കേട്ടപ്പോൾ തന്നെ താൻ പാനിക്കാവുകയായിരുന്നു. ക്യാൻസർ രോഗിയാണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി മരുന്ന് കഴിക്കുകയാണ്. മദ്യപിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് താൻ കഴിഞ്ഞ 3 വർഷമായി മദ്യപിക്കാറില്ല എന്നൊരു കാര്യം തന്നെയാണ് മണിയൻ പിള്ള രാജു പറയുന്നത്. പക്ഷേ അത്തരത്തിൽ വാഹനം ഇടിച്ചപ്പോൾ നിർത്താതെ പോയത് താൻ ചെയ്ത തെറ്റ് തന്നെയാണ് എന്ന് മണിയൻ പിള്ള രാജു കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം താൻ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു അവിടേക്ക് ഒരു ആംബുലൻസ് എത്തിക്കണമെന്ന്. അത്തരത്തിലൊരു അപകടം നടന്നിട്ടുണ്ട്, പാനിക് ആയതുകൊണ്ട് മാത്രമാണ് നിർത്താതെ പോയത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും താൻ പുലർച്ചെ വന്ന് സ്റ്റേഷനിൽ ഹാജരായിക്കോളാം എന്ന് അറിയിക്കുകയുമായിരുന്നു എന്നൊരു ന്യായീകരണമാണ് മണിയൻ പിള്ള രാജുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അശ്വതി. പക്ഷേ പ്രാഥമികമായി അവർക്ക് ലഭ്യമാക്കേണ്ട ചികിത്സ പോലും ലഭ്യമാക്കിയില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അതിലെ വന്ന മറ്റ് ആളുകളാണ് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു. എന്തായാലും ഈ പരിക്കേറ്റ 2 പേർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മണിയൻ പിള്ള രാജുവിന്റെ വൈദ്യപരിശോധനയൊക്കെ കഴിഞ്ഞ് മണിയൻ പിള്ള രാജുവിനെ ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു അപകടം നടന്നു. അപകട സ്ഥലത്ത് നിന്ന് മണിയൻ പിള്ള രാജു ഈ വാഹനവുമായി പോവുകയായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിരുന്നു എന്നൊരു ന്യായീകരണമാണ് മണിയൻ പിള്ള രാജുവിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും മണിയൻ പിള്ള രാജുവിന്റെ സുഹൃത്ത് ഇപ്പോൾ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ 3 വർഷമായി മണിയൻ പിള്ള രാജു മദ്യപിക്കാറില്ല എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി നടന്നൊരു അപകടമാണ്. ഈ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ അത്തരത്തിലൊരു സ്ഥിരീകരണം വരുമോ എന്നതിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം രാത്രി നടന്ന അപകടം ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിയത് എന്ന് തന്നെയാണ്. എന്തായാലും മെഡിക്കൽ പരിശോധനാ ഫലം കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടിയിലേക്ക് കടക്കുക. എന്തായാലും 3 വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് അശ്വതി. എന്തായാലും വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് അത്രത്തോളം സാമൂഹ്യ ബോധമുള്ള, സമൂഹത്തിന് മാതൃകയാകേണ്ട താരം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഈ യുവാക്കളുടെ പരിക്ക് അത് അത്ര വലിയ ഗുരുതരമല്ലാത്തതിനാലാണോ താരം സ്വയം കീഴടങ്ങിയത് പോലീസ് സ്റ്റേഷനിൽ? അശ്വതി, മണിയൻ പിള്ള രാജുവിന്റെ ഭാഗത്തു നിന്ന് തരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ആ വാഹനം ഇടിച്ച ശബ്ദം കേട്ടപ്പോൾ തന്നെ വലിയ രീതിയിൽ പാനിക്കായിരുന്നു. പിന്നീട് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ആ വാഹനം ഓടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എന്നത് തന്നെയാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു എന്ന് തന്നെയാണ് മണിയൻ പിള്ള രാജു പറയുന്നത്. ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്, താൻ പുലർച്ചെ വന്ന് സ്റ്റേഷനിൽ കീഴടങ്ങിക്കോളാം എന്നൊരു കാര്യം വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വാഹനം ഇടിച്ച ആളുകളുടെ മൊഴികൾ
വഴികളിൽ നിന്നൊക്കെ തന്നെയും ഈ വാഹനം നിർത്താതെ പോയി എന്നൊരു കാര്യം തന്നെയാണ് ഇടിച്ചിട്ട ആളുകളും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നട്ടലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്, ഇടിയേറ്റ ഒരാൾക്ക് നട്ടലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലൊരു ന്യായീകരണം നടത്തുമ്പോഴും പ്രാഥമികമായ ചികിത്സ തങ്ങൾക്ക് ലഭിച്ചില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ പരിക്കേറ്റ ആളുകൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാനിക്കായതുകൊണ്ട് താൻ വാഹനം നിർത്താതെ പോയി എന്നൊരു വിശദീകരണം മാത്രം നൽകിക്കൊണ്ടാണ് മണിയൻപിള്ള രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അശ്വതി. ശരി ദിസ്ന, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വാഹനാപകട കേസിൽ 2 യുവാക്കളുടെ നില ഇപ്പോൾ തൃപ്തികരമാണ്. മണിയൻപിള്ള രാജുവാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ദിസ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.